ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ അക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കണേ കേട്ടോ. ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഞാനിതിൽ പെയിൻ്റാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഈ വൈറ്റ് കളർ ആക്കി കൊടുത്ത് നന്നായിട്ട് ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ വരച്ചെടുക്കാനുണ്ട്. ഞാൻ അതിനായിട്ട് പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യണത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടും ഇതേപോലെ വരച്ചെടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ലീവ്സാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. ഈ ഒരു ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് ചുറ്റും ലീവ്സ് വരച്ചെടുക്കുകയാണ്. ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള ലീവ്സാണ് വരച്ചെടുക്കുന്നത്. പിന്നെ 2 ലീവ്സിൻ്റെ ഇടയിലുള്ള സ്പേസിൽ ഓരോന്നും കൂടി ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാതും ഒരേപോലെ വരയ്ക്കാതെ കുറച്ച് സൈസ് കൂട്ടിയും കുറച്ചൊക്കെ വരച്ചെടുക്കുക, ചുറ്റും വരച്ചെടുക്കുക. അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ മേൽഭാഗത്തും നമ്മൾ കുറച്ച് ഇലകൾ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മേലെ നിന്ന് താഴേക്ക് നിൽക്കണ പോലെയാണ് വരച്ചെടുക്കേണ്ടത്. ഇത് മുമ്പ് ചെയ്ത പോലെ തന്നെ 2 ഇടയിലായിട്ടും ഓരോന്നും കൂടി നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് താഴെയും മേലെയും ഇലകൾ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൽ ഓരോന്നിലും പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാൻ 2 കളേഴ്സ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യണത്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഞാൻ മജന്ത കളറിൽ കുറച്ച് വൈറ്റ് കളർ മിക്സ് ആക്കിയിട്ട് ഒരു പേസ്റ്റൽ ഷെയ്ഡാക്കിയിട്ടാണ് അപ്ലൈ ചെയ്ത് എടുക്കണത്. ഇതേപോലെ എവിടെയൊക്കെയാണോ ഈ ഒരു ഷെയ്ഡ് വേണ്ടത് അവിടെയൊക്കെ ആദ്യം തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പകുതി ഭാഗത്ത് ഞാൻ കുറച്ചും കൂടി വൈറ്റ് കളർ മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒരു ലീഫിൽ തന്നെ 2 ഷെയ്ഡ് വരുന്നുണ്ട്, ഡാർക്കും ലൈറ്റുമായിട്ട്. അങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ലീവ്സിൽ ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റിൽ കുറച്ച് വൈറ്റ് കളർ മിക്സ് ആക്കിയിട്ടാണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതും മുമ്പ് ചെയ്ത പോലെ തന്നെയാണ്. ഇതിൻ്റെയും പകുതി പോർഷനിൽ നമ്മൾ കുറച്ചും കൂടി വൈറ്റ് കളർ ആഡ് ചെയ്ത് ഒന്നും കൂടി ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ ഒന്നും കൂടി വരച്ച് കൊടുക്കണം. കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ പെയിൻറ്റ് ചെയ്തപ്പോൾ ഔട്ട്ലൈൻ്റെ മേലെ കൂടെയൊക്കെ ആയിട്ട് ഔട്ട്ലൈൻ കാണാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ നമ്മൾ ഒന്നും കൂടി ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കാക്കി വരച്ചെടുക്കുക. അതിനുശേഷം ലീവ്സിലൊക്കെ കാണുന്ന പോലെ ആ ഒരു ഡിസൈൻ ഇതിൽ വരച്ചെടുക്കുകയാണ് കേട്ടോ. 2 സൈഡിലേക്കും ചരിച്ചിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും, കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പല കളർ കോമ്പിനേഷനിൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ മെയിൽ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.